ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി വെച്ച് നല്ലൊരു തീയലുണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ 3 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, 2 അമരക്ക എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ പടവലം, പിന്നെ മുരിങ്ങയ്ക്കയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. പിന്നെ പച്ചമുളകും. ഇതെല്ലാം ഇതേ സൈസിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാമേ. അതിൻ്റെ കൂട്ടത്ത് ഒരു ചെറിയ കത്തിരിക്ക കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതിന് ശേഷം ഒരു പാനിലേക്ക് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പുളി നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് അതിനെ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ലേശം ഉപ്പൂടും ഇട്ട് വേണം കഷ്ണങ്ങളെ വേവിക്കാൻ. അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയത്ത് ഇതിന് വേണ്ട തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാനിലൊക്കെ ഇട്ട് അതിലേക്ക് കറിവേപ്പില, ഒരു 4-5 മുഴുവൻ കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കാം. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ഇപ്പോൾ ഹൈപ്പ് ഓപ്ഷൻ അതുകൂടെ ചെയ്ത് എൻ്റെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് സന്തോഷമുണ്ട്. തേങ്ങയൊന്ന് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. മൂപ്പിച്ച ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് ഇതുപോലെ മൂത്ത് കിട്ടണം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് തണുക്കാനാക്കി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഇടാം. മിക്സിയുടെ ജാറിലിട്ട ശേഷം ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മഷി പോലെ അരച്ചെടുക്കാം. ആ സമയത്ത് നമ്മുടെ പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അരച്ച് വെച്ച ആ കൂട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സിയെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, ലൂസായിട്ട് വേണോ കട്ടിയായിട്ട് വേണോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് നോക്കി കുറവാണെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാണ്. ചോറിന് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. പിന്നെ പതിവ് പോലെ അതിലേക്ക് താളിപ്പ് ഒഴിക്കുക. താളിപ്പിന് വേണ്ടി വെളിച്ചെണ്ണയും കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കറി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.